ഹലോ, അപ്പോൾ എഡ്യൂകിഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവരും വീണ്ടും ഈ ചാനൽ ഒന്ന് കാണുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻറ്റീജേഴ്സിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്നൊരു ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻറ്റീജേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും എല്ലാം ഇതിന്റെ മുന്നേയുള്ള വീഡിയോസിൽ 6th സ്റ്റാൻഡേർഡിന്റെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക കേട്ടോ. കാരണം അത് കണ്ടതിന് ശേഷം ഇത് കാണുമ്പോഴാണ് ഇൻറ്റീജേഴ്സിന്റെ ഫുൾ പ്രോപ്പർട്ടീസ് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അതെല്ലാവരും കാണുക. അപ്പൊ ഇൻറ്റീജേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻറ്റീജേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കേണ്ടത്. അപ്പൊ എല്ലാവരും അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ എന്തായാലും ഇൻറ്റീജേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് അറിയാം അല്ലെ എന്താണ് ഇൻറ്റീജേഴ്സ് എന്നൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ കാണുക കേട്ടോ. എന്നാലാണ് ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ബേസിക് കിട്ടിയിട്ട് വേണം ഇത് കാണാൻ കേട്ടോ. അപ്പൊ ഇൻറ്റീജേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പൊ ഇവിടെ ഞാൻ -1 × -2 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. -1 × -2. -1 ഒരു നെഗറ്റീവ് ഇൻറ്റീജർ ആണ്, -2 വേറൊരു നെഗറ്റീവ് ഇൻറ്റീജർ ആണ് അല്ലെ. രണ്ട് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് തമ്മിലാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം രണ്ട് നമ്പേഴ്സ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 എത്രയാണ്, 2 തന്നെയാണ് അല്ലെ. 1 × 2 2 അത് നമുക്കറിയാം, അത് നമ്മൾ എഴുതി. ഇനി നമ്മൾ ഇടേണ്ട സൈൻ ഏതാന്നാണ് നമുക്ക് ഡൗട്ട് വരുന്നത് അല്ലെ. അപ്പോ രണ്ട് മൈനസ് ആണ്. ഓക്കെ, ഈ രണ്ട് ഇൻറ്റീജേഴ്സിന്റെയും സൈൻ എന്താണ്, സെയിം ആണ് അല്ലെ. ഇങ്ങനെ സെയിം സൈൻ വരുന്ന സമയത്ത് ആൻസർ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അഡീഷനിൽ നമ്മൾ പഠിച്ച പോലെ അല്ല മൾട്ടിപ്ലിക്കേഷന്റെ റൂള്. രണ്ട് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് അല്ലെങ്കിൽ രണ്ട് സെയിം സൈൻസ് ഉള്ള രണ്ട് ഇൻറ്റീജേഴ്സ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് സൈനും സെയിം ആയിരിക്കണം. രണ്ട് ഇൻറ്റീജേഴ്സിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. രണ്ടിൽ കൂടുതൽ ഇൻറ്റീജേഴ്സിന്റെ കാര്യമല്ല, രണ്ട് ഇൻറ്റീജേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോ രണ്ട് ഇൻറ്റീജേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടും നെഗറ്റീവ് ആയിരുന്നു. 1 × 2 2 എഴുതി. അതിനുശേഷം രണ്ടും നെഗറ്റീവ് ആയ കാരണം, രണ്ടും സെയിം സൈൻ ആയ കാരണം ആൻസർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഈ പോസിറ്റീവ് നിങ്ങൾ എഴുതണം നിർബന്ധമില്ല കേട്ടോ. കാരണം പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന് നമ്മൾ വെറും 2 എന്ന് എഴുതിയാലും അത് പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പ്ലസ് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. +6 × +3 ഇത് രണ്ടും എന്താണ്, പോസിറ്റീവ് ഇൻറ്റീജർ ആണ് അല്ലെ. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഇൻറ്റു ചെയ്താൽ എന്താണ്, പോസിറ്റീവ് നമ്പർ തന്നെ ആയിരിക്കും അല്ലെ. അതിന് നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒരു എക്സാമ്പിൾ, 6 × 3 എത്രയാണ്, 18. രണ്ടും പ്ലസ് ആണ്. സോ ആൻസറും എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും, രണ്ട് ഡിഫറെന്റ് സൈൻസ് ആണെങ്കിൽ, രണ്ട് ഡിഫറെന്റ് സൈൻസ് ആണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നതെങ്കിൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും, രണ്ട് ഡിഫറെന്റ് സൈൻസ് ആണ് അല്ലെ. രണ്ട് ഡിഫറെന്റ് സൈൻസ് ആണെങ്കിൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ +2 × -4 ആണെങ്കിലും -2 × +4 ആണെങ്കിലും ആൻസർ എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. രണ്ട് ഡിഫറെന്റ് സൈൻസ് ആണെങ്കിൽ ആ രണ്ട് നമ്പറും കൂടി ഇൻറ്റു ചെയ്യുക. എന്നിട്ട് ഏത് സൈൻ ഇട്ട് കൊടുക്കുക, മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. രണ്ട് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് നമ്പേഴ്സിന്റെയും സൈൻ സെയിം ആണെങ്കിൽ അതിന്റെ ആൻസർ എപ്പോഴും പ്ലസ് ആയിരിക്കും. ഓക്കെ, രണ്ട് നമ്പേഴ്സിന്റെയും സൈൻ ഡിഫറെന്റ് ആണെങ്കിൽ അതിന്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. ഇനി ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് ഉള്ള രണ്ടിൽ കൂടുതൽ നമ്പേഴ്സ് ഉള്ള ടൈമിൽ, ഇപ്പോ ഇതിൽ കണ്ടോ, രണ്ടിൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ട് അല്ലെ. എത്ര നമ്പേഴ്സ് ഉണ്ട്, 1 2 3 3 നമ്പേഴ്സ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം മൈനസ് ആണ് കേട്ടോ. സെയിം സൈൻ ഉള്ള നമ്പേഴ്സ്, അതായത് മൈനസ് നമ്പേഴ്സ്. ഇപ്പൊ പ്ലസ് നമ്പേഴ്സ് എത്ര എണ്ണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ ആൻസർ എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും. ഓക്കെ, പക്ഷെ മൈനസ് നമ്പേഴ്സ് രണ്ടിൽ കൂടുതൽ വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ നോക്കൂ, -1 -2 -3 മൂന്ന് നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 2 അല്ലെ, 2 × 3 6. ആ 6 നമ്മളിവിടെ എഴുതി. ഇനി നമുക്ക് ഡൗട്ട് ആണ് അല്ലെ, ഏത് സൈൻ ആണ് ഇപ്പൊ ഈ 6ന് കൊടുക്കേണ്ടത് അല്ലെ. അങ്ങനെ ഒരു ഡൗട്ട് വരില്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെല്ലാം മൈനസ് അല്ലേ, മൈനസ് സൈൻ ഇട്ട് കൊടുക്കാം. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ -6 ഇടാനുള്ള കാരണം എന്താ, ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാം. നമ്മൾ എത്ര നമ്പേഴ്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്തത് നോക്കുക. 1 2 3 മൂന്ന് നമ്പേഴ്സ് അല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. ഈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓഡ് നമ്പർ ആണോ അതോ ഈവൻ നമ്പർ ആണോ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും. ഏതൊക്കെയാണ് ഈവൻ നമ്പേഴ്സ്, 0 2 4 6 8. അത്രയും നമ്പേഴ്സ് ആണ് ഈവൻ നമ്പേഴ്സ്. ഓഡ് ഏതൊക്കെയാ, 1 പിന്നെ 3 5
7, 9. ഇത്രയും നമ്പേഴ്സ് എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ. അതിലിപ്പോ 0 നിങ്ങൾ കൂട്ടണ്ട, അതായത് 10 വരുമ്പോ 10 ആണ് നമ്മൾ എടുക്കാറ്. 20 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് എന്ത് ചെയ്യാറ്? ഈവൻ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറ്. അപ്പോ ഏതൊക്കെയാണ്? 2 ആണ് അല്ലെ. 2, 4, 6, 8, പിന്നെ ഏതാ? ഓക്കെ, 10 കൂട്ടണ്ട, 10 വരെ നോക്കിയാൽ മതി. അങ്ങോട്ട് 0 എടുക്കണ്ട, 10 അല്ലെങ്കിൽ 12 അങ്ങനെ ആ റേഞ്ചിൽ പോയാൽ മതി. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ 2ഉം 4ഉം 6ഉം 8ഉം 10ഉം ഒക്കെ എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. 1, 2, 3 എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ് അല്ലെ. അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ എത്ര നമ്പേഴ്സ് ആണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിന്റെ എണ്ണം കൺസിഡർ ചെയ്യാം. അതിന്റെ എണ്ണം ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസറിൽ നമ്മൾ മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതിന്റെ എണ്ണം ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസറിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് സൈൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ നോക്കൂ. 1, 2, 3, 4 എത്ര എണ്ണം ഉണ്ട്? 4 നമ്പേഴ്സ് ആണ്. 4 എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ് അല്ലെ. 4 ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തിട്ട് കൊടുത്തു? പ്ലസ് സൈൻ ഇട്ട് കൊടുത്തു. ആദ്യം എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് പ്ലസ് സൈൻ ഇട്ട് കൊടുത്തു. ക്ലിയർ ആണോ? ഇനിയിപ്പോ നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻസിൽ 5 നമ്പർ ഉണ്ട്. 5 നമ്പേഴ്സ് ആണെങ്കിൽ 5 എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ്. അപ്പൊ നമ്മൾ എന്തിട്ട് സൈൻ ഇട്ട് കൊടുക്കണം? എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആൻസറിനൊപ്പം മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. 6 നമ്പേഴ്സ് തമ്മിലാണെങ്കിലോ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 6 എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് സൈൻ ഇട്ട് കൊടുക്കണം. 10 നമ്പേഴ്സ് ആണെങ്കിലോ 10 ലാസ്റ്റ് 0 ആണ് അല്ലെ. 0 അല്ലെങ്കിൽ 10 വരുന്നത് ഏതാണ്? ഈവൻ നമ്പർ ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാം? ആ 10 നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ സെയിം സൈന് രണ്ടിൽ കൂടുതൽ, അതായത് സെയിം സൈൻ എന്ന് പറഞ്ഞാൽ പ്ലസിന്റെ കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഇല്ല. മൈനസിന്റെ കാര്യത്തിൽ സെയിം സൈന് രണ്ടിൽ കൂടുതൽ വരുമ്പോഴുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ആദ്യം പറഞ്ഞത് 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സെയിം സൈൻ ആണെങ്കിൽ അതെപ്പോഴും പ്ലസ് ആയിരിക്കും. 2 പ്ലസ് ആണെങ്കിലും 2 മൈനസ് ആണെങ്കിലും ആൻസറിൽ പ്ലസ് ആയിരിക്കും. ഓക്കെ, ഇനി 2 ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ പ്ലസും മൈനസും ആണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? ഒരു മൈനസ് നമ്പർ, ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി 2ൽ കൂടുതൽ മൈനസ് നമ്പേഴ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ എഴുതുക. അതിനുശേഷം എത്ര നമ്പേഴ്സ് തമ്മിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് നോക്കുക. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത നമ്പേഴ്സിന്റെ എണ്ണം ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ എന്താ? അതിന്റെ ആൻസറിനൊപ്പം നമ്മൾ മൈനസ് കൊടുക്കണം. നമ്മൾ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആ മൾട്ടിപ്ലൈ ചെയ്ത നമ്പേഴ്സിന്റെ എണ്ണം ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ നമ്പേഴ്സിന്റെ എണ്ണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നമ്പേഴ്സ് ഓഡാണോ ഈവൻ ആണോ എന്നല്ല നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ആ നമ്പേഴ്സ് എത്ര നമ്പേഴ്സ് തമ്മിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്, ആ നമ്പേഴ്സിന്റെ എണ്ണം ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ ആൻസർ എപ്പോഴും എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അല്ലാതെ ഇതെല്ലാം മൈനസ് ആണല്ലോ, മൈനസ് ഇട്ട് കൊടുക്കാം, അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഇന്നിവിടെ പറയാൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഒരു ബേസിക് മൾട്ടിപ്ലിക്കേഷന്റെ ഒരു ബേസിക് ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ അതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണാം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും എക്സാമിന്റെ ഒക്കെ ഒരു പ്രിപ്പറേഷനിലാവുമല്ലോ അല്ലെ. ടേം 1 ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.